ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാഗോവിന്ദ മന്ദിർ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ശ്രീമദ് ഭാഗവതം വാസകല സർവം ഓമജ്ഞാനതിമരാന്തസ്യാനലാഞ്ചനാശലാകിയ ശശുരം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സുദാന്തി വന്ദേഹം ശ്രീഗുരു ശ്രീയുഗാപദകമലം ശ്രീഗുരു വൈഷ്ണവം ശ്രീരൂപം സകലജാതം സകലരത്നാതാനിതം തം സജീവം സാത്വികം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാം സഗണലളിതാം വിശാഖാനിതാം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി ഋഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയ. വാഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപാസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യാനമാമി നിത്യാനന്ദമഹനൗമി സർവാനന്ദകരം വരം ഹരിനാമപ്രദം ദേവം അവധൂതശിരോമണി. നമോ മഹാവതിന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാംനേ ഗൗരക്ഷ്യൻ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനി നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധികായ ദാരേ കൃഷ്ണായ കൃഷ്ണഭക്തായ ഭക്തായ ശ്രീല പ്രഭുപാദ് की जय गुरुराज के निताय गौर प्रणाम कृष्ण. मदेकबन्धु मत्सङ्गिन् मद्गुरो मन्महादन मन्निष्ठारकमद्भाग्यामदानदा नमोस्तुते. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 23-ാം അധ്യായം ശ്ലോകം 11. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യ യദോപദേശം യേനൈഷ മേ കർഷിതോ സ്ഥിതിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവ ദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിജശ്വ. തത്രേതി കൃത്യമുപശിഷ്യ യദോപദേശം യേനൈഷ മേ കർഷിതോ വിദിതം സയാത്മാ സിദ്ധ്യേതേ കൃതമനോ ഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിജശ്വ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യ യദോപദേശം യേനൈഷ മേ കർഷിതോ ദിരിതം സയാത്മാ സിദ്ധ്യേതേ കൃതമനോ ഭവദർശിതായ
ദീനസ്തദീശ ഭവനം സദൃശം വിജശ്വ. ദീനസ്ഥിതഭവനം സദൃശം വിജക്ഷ്വ. തത്രേതി കൃത്യമുപശിഷ്യ യഥോപദേശം. കേനൈഷ മേ കർഷിതോ ദുരിതം സയാത്മാ. സിദ്ധ്യേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിജശ്വ. ഹരേ കൃഷ്ണ. കൃഷ്ണ രണ്ടാമത്തെ ലൈനില് ദിരിരം എന്നാണ് അല്ലെ? അതെ. ദിരിരം സയാത്മ. ഡൗട്ടുണ്ട് ഇംഗ്ലീഷിലുള്ളത് നോക്കി. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചമായി ചൊല്ലുമ്പം കർഷി ദിരിരം സയാത്മ എന്നാണ്. തന്നല്ല, ഇത് രാ എന്നുള്ളതാണ് അക്ഷര തെറ്റ് വന്നിട്ടുള്ളതാണ്. ഒരാളായിട്ട് ചൊല്ലുമ്പോൾ ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിക്ഷ വിധോപദേശം യേനൈക്ഷമേ കർഷിതോ ദിരിരം സയാത്മാ. സിദ്ധേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. മാലതി മാതാജി ചൊല്ലിക്കൊള്ളു. കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃതമുപശിക്ഷ തഥോപദേശം യേനൈഷ മേ കർഷിതോ അധിരിര്യം സയാത്മാ. സിദ്ധേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിജക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വിജയനാണ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യ യഥോപദേശം യേനൈഷ മേ കർഷിതോ ധീരിരം സയാത്മാ. സിദ്ധേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അംബുജദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിക്ഷയതോപദേശം യേനൈഷ മേ കർഷിതോ ദിരിതം സയാത്മാ. സിദ്ധ്യേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സീതാരാമനുണ്ട് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേ കൃതമുപശിഷ്യ യഥോപദേശം യേന ക്ഷേമേ കർഷിതോ തിരിതസം മാത്മാ. സിദ്ധ്യേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സിന്ധു മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യ യഥോപദേശം യേനൈഷ മേ കർഷിതോ ദിരിരം സയാത്മാ. സിദ്ധേതദേ കൃതമനോ ഭവദർശിതായ. ദീനസ്തദിശ ഭവനം സദൃശം വിജക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാട്ടി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിക്ഷ യഥോപദേശം യേനൈഷ മേ കർഷിതോ ദിരിരം സയാത്മാ. സിദ്ധ്യേതദേ കൃതമനോ ഭവദർശിതായ.
दीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्णा प्रभुजी। हरे हरे कृष्ण। पंकजाक्षी माताजी। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। तत्रेदुकृत्यमुपशिक्षयदोपदेशं येनेक्षमे कर्षितो विदितं सयात्मा सिद्धेदतिकृतिमनोभवदर्शिताय दीनस्तदीशभवनं सदृश्यं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। रंगमणि माताजी। हरे कृष्ण। हरे कृष्णा प्रभु जी। चलिए। ओम नमो भगवते वासुदेवाय। तत्रेति यतोपदेशं येनैष मे कर्षितोतिरिदं स आत्मा सिद्धेत ते कृतमनो भवदीर्षिताय दीनस्तदीश भवनं सदृशं विचक्ष्व। हरे कृष्णा। हरे कृष्ण। शारदा जी नंबर माताजी। हरे कृष्ण जी। हरे कृष्ण प्रभु जी। चलिए। हरे ओम कृष्ण। नमो भगवते वासुदेवाय। तत्रैधिकृत्यमुपशिक्ष्य यथोपदेशं येनैष मे कर्षितो रिरितं सयात्मा सिद्धेदते कृतमनोभवदर्शिताय दीनस्तदीश भवनं सदृशं विचक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। रमणी माताजी। चलिए। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिष्य यदोपदेशं येनैष मे कर्षितोतिरिदं स आत्मा सिद्धेत ते कृतमनोभवदर्शिताय दीनस्तदीश भवनं सदृशं विजक्ष। हरे कृष्ण। हरे कृष्ण। निर्मला माताजी। चलिए। हरे हरे कृष्ण प्रभु। चलिए। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिष्य यदोपदेशं येनैष मे कर्षितोरिरिदं स आत्मा सिद्धेदते कृतमनो भवदर्शिताय दीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। भारतीय माताजी। हरे कृष्ण जी। हरे कृष्ण प्रभु जी। चलिए। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिक्ष्य यथोपदेशं येनैष मे कर्षितो तं स आत्मा सिद्धेदते कृतमनोभवदर्शिताय दीनस्तदीश भवनं सदृशं विवक्ष्व। हरे कृष्ण। हरे कृष्ण। रामेंद्र प्रभु। हरे कृष्ण प्रभु। हरे कृष्ण प्रभु जी। ओम चलिए। नमो भगवते वासुदेवाय। तत्रैधिकृतमुपशिक्ष्य यदोपदेशं येनैष मे कर्षितो निरितं स्वयात्मा सिद्धेदते कृतमनो भवदर्शिताय दीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। सावित्री कृपेश्वरी देवदत्त माताजी। हरे कृष्ण। हरे कृष्ण प्रभु जी। प्रणाम प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिक्ष्य यदोपदेशं येनैष मे कर्षितो अधिरीरं स आत्मा सिद्धेदते कृतमनोपवदर्शिताय स्तीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। स्वर्ण प्रभु माताजी। हरे कृष्ण। हरे कृष्ण प्रभु जी। चलिए। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिक्ष्य यथोपदेशं येनैष मे कर्षितोतिरिदं स आत्मा सिद्धेदते कृतमनोभवदर्शिताय दीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। अनिता कुमारी माताजी। हरे कृष्ण। हरे कृष्ण प्रभु जी। चलिए। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिष्य यथोपदेशं येनैष मे कर्षितोतिरिदं स आत्मा सिद्धेदते कृतमनो भवदर्शिताय दीनस्तदीश भवनं सदृशं विजक्ष्व। हरे कृष्ण प्रभु जी। हरे कृष्ण। शोभा माताजी। हरे कृष्ण प्रभु जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। तत्रेधिकृत्यमुपशिष्य यदोपदेशं येनैष मे कर्षितोतिरिदं स आत्मा
സിദ്ധേതേ കൃതമനോ ഭവദർശിതായാത്മാ സിദ്ധേതേ കൃതോ മനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. തനു പ്രദീപ് മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യയതോപദേശം യേനൈഷ മേ കർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അനന്തര കൃഷ്ണദേവദാസ് മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിക്ഷയതോപദേശം യേനൈഷ മേ കർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വത്സലായ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രഭുജി. ഓം നമോ വാസുദേവായ. തത്തേരികൃതമുപശിഷ്യായതോപദേശം യേനൈഷ മേ കർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ ഹരേ നാരായണ കൃഷ്ണ. ഹരേ കൃഷ്ണ. വത്സല ഗോപാല മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യയതോപദേശം യേനൈഷ മേ കർഷിതോതിരിതം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. രമല മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ശരി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതകൃത്യമുപശിഷ്യയതോപദേശം യേനൈഷ മേ കർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ മാതാജി. ഗീതാസർ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. രാജി മാതാജി. തെലുഗു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. ശരി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിക്ഷയതോപദേശം യേനൈഷ മേ കർഷിതോതിരിതം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവ ദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാസർ മാതാജി. മാതാജി നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. ചൊല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃത്യമുപശിഷ്യേതോപദേശം യേനൈഷ മേ കർഷിതോതിരിതം സമായ സിദ്ധ്യേതേ കൃത്യമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതാ ഭരതൻ മാതാജി. ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യോപശിക്ഷയതോപദേശം യേനൈഷ മേ കർഷിതോതിരിതം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാസി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേതി കൃത്യമുപശിഷ്യ യഥോപദേശം യേനൈഷ മേ കർഷിതോതിരിരം സയാത്മാ സിദ്ധ്യേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ്വ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ. വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ വിവർത്തനം ഭാഗം നോക്കാം.
തത്ര അതിൽ ഇതി. ഓക്കെ, ആരാണ് വസന്തമത ചൊല്ലുന്നുണ്ട്? ചൊല്ലിക്കോളൂ മത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രേദീകൃത്യ ഉപശിഷ്യ യഥോപദേശം ഏനൈഷ മേ കർഷിതോദിതം സയാത്മാ സിദ്ധേതേ കൃതമനോഭവദർശിതായ ദീനസ്തദീശ ഭവനം സദൃശം വിചക്ഷ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, ഓക്കെ, നമുക്ക് ഭാവാർത്ഥം നോക്കാം. തത്ര അതിൽ ഇതി കൃത്യം അത്യാവശ്യം ചെയ്യേണ്ടത് ഉപശിക്ഷ നിർവഹണം യഥാ അതനുസരിച്ച് ഉപദേശം വേദശാസ്ത്രങ്ങളുടെ നിർദ്ദേശം ഏന ഏതിനാൽ ഏഷ ഇത് മേ എന്റെ കർഷിത ശോഷിക്കുക അതി രംസയ തൃപ്തമാകാത്ത തീവ്രകാമത്താൽ ആത്മാ ആത്മാ ശരീരം സിദ്ധ്യേദ്യ അത് ഉചിതമായി നിർവഹിക്കപ്പെട്ടേക്കാം. തേ അങ്ങേക്ക് വേണ്ടി കൃത ഉത്തേജിപ്പിച്ചു മനവഹ വികാരത്താൽ ദർശിതായ ബാധിക്കപ്പെട്ട ദീന പാവം തത് അതിനാൽ ഈശ ഓ എന്റെ പ്രിയപ്പെട്ട പ്രഭുവെ ഭവനം വീട് സദൃശം അനുയോജ്യം വിജശ്വ ദയവായി ചിന്തിച്ചാൽ വിവർത്തനം ഭാവാർത്ഥം ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശ്രീയുടെ പ്രതിപാദിച്ച് ദേവഹുതി തുടർന്നു. എന്റെ പ്രിയപ്പെട്ട പ്രഭുവെ അങ്ങയോടുള്ള ഉത്തേജിതമായ വികാരത്താൽ ഞാൻ അങ്ങേയറ്റം ബാധിതയാണ്. അതിനാൽ അസംതൃപ്തമായ കാമവികാരത്തിലൂടെ ശുഷ്കിച്ച് എല്ലും തേലുമായി തീർന്ന എന്റെ ശരീരം അങ്ങേക്ക് അനുയോജ്യമാം വിധമാക്കുവാൻ ശാസ്ത്രവിധി പ്രകാരം അനിവാര്യമായ ക്രമീകരണങ്ങൾ ദയവായി അനുഷ്ഠിച്ചാലും ഈ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരു ഗൃഹത്തെ പറ്റി സദയം ചിന്തിക്കണമേ. ഭാവാർത്ഥം ശ്രീ പ്രഭുപാദിക്ക് വൈദിക സാഹിത്യങ്ങളിൽ ആധ്യാത്മികമായ ഉപദേശങ്ങൾ നിറഞ്ഞവ മാത്രമല്ല, മറിച്ച് ആധ്യാത്മിക പൂർണ്ണത എന്ന ആത്യന്തിക ലക്ഷ്യം കൈവെടിയാതെ തന്നെ ഭൗതിക അസ്തിത്വത്തെ എപ്രകാരം ബുദ്ധ്യമാക്കണമെന്ന നിർദ്ദേശങ്ങൾ അടങ്ങുന്നവയുമാണ്. അതുകൊണ്ടാണ് വൈദികമായ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക ജീവിതത്തിന് താൻ എങ്ങനെയാണ് സ്വയം തയ്യാറാകേണ്ടതെന്ന് ദേവഹുതി തന്റെ ഭർത്താവിനോട് ആരാഞ്ഞു. സൽസന്താനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ് ലൈംഗിക ജീവിതം. സൽസന്താനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ട അന്തരീക്ഷത്തെ പറ്റി കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. ലൈംഗിക ജീവിതം യഥാർത്ഥത്തിൽ മഹത്വമുള്ളതാകുന്നതിന് അനുയോജ്യമായ ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രാമാണിക വേദഗ്രന്ഥമാണ് കാമശാസ്ത്രം. ആവശ്യമായതെല്ലാം ഭവനം ഏത് വിധത്തിലായ ഉള്ളതാവണം, അവിടെ എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കണം, ഭാര്യ ഏതുതരം വസ്ത്രങ്ങൾ ധരിക്കണം, ഏതുതരം എണ്ണ പുരട്ടണം, സുഗന്ധലേപനങ്ങൾ പൂശണം, മറ്റ് ആകർഷക ഘടകങ്ങൾ തുടങ്ങിയ വാതിൽ പരാമർശം ഇവയൊക്കെ സമ്പൂർണ്ണമായാൽ ഭർത്താവ് അവളിൽ ആകർഷണാവുകയും അനുകൂലമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ലൈംഗിക ജീവിത സമയത്തെ ഭർത്താവിന്റെ മാനസികാവസ്ഥ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെടുകയും തദ്വാര അവൾ സൽസന്താനങ്ങളെ ഗർഭം ധരിക്കുകയും ചെയ്യും. ദേവഹുതിയുടെ ശാരീരിക സവിശേഷതകളെ പറ്റി ഇവിടെ വിശേഷാൽ പരാമർശമുണ്ട്. അവളുടെ ശരീരം വല്ലാതെ മെലിഞ്ഞുണങ്ങിയതായിരുന്നു. അതുമൂലം താൻ ഭർത്താവിനാൽ ആകർഷിക്കപ്പെടുമോ എന്ന ആശങ്ക അവൾക്കുണ്ടായിരുന്നു. ഭർത്താവിനെ ആകർഷിക്കും വിധം തന്റെ ശരീരം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് അവൾക്ക് ഉപദേശം ആവശ്യമായിരുന്നു. ഭർത്താവ് ഭാര്യയാൽ ആകൃഷ്ടനായി സംഭവിക്കുന്ന ലൈംഗിക സംയോജനത്തിലൂടെ ജനിക്കുന്നത് നിശ്ചയമായും പുത്രനായിരിക്കും. ഭാര്യ ഭർത്താവിനോട് ഇമ്പം തോന്നിയിട്ട് സംഭവിക്കുന്ന ഇണചേരലിലൂടെ പിറക്കുന്നത് തീർച്ചയായും പുത്രിയായിരിക്കും. ആയുർവേദത്തിൽ ഇതേപറ്റി പറഞ്ഞു. സംയോജന വേളയിൽ സ്ത്രീക്കാണ് കാമം അധികമെങ്കിൽ ജനിക്കുന്നത് പെൺകുട്ടിയും, മറിച്ചാണ് എങ്കിൽ ആൺകുട്ടിയുമായിരിക്കും അതിനാണ് സാധ്യത. ദേവഹുതി കാമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ക്രമീകരണങ്ങളുടെ ഭർത്താവിന് തന്നെക്കാൾ കാമം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിലേക്ക് അവൾ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുകയും അനുയോജ്യമായ ഒരു വസതി ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കർദവമുനി പാർത്തിരുന്നത് അതീവ ലളിതമായൊരു പർണശാലയിലായിരുന്നതിനാലും അവിടെ സാത്വിക ഗുണസമ്പൂർണമായിരുന്നതിനാലും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഹൃദയം കാമവികാരം ഉണരുകയില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. പ്രഭുപാദിക്ക് 12ാമത്തെ ശ്ലോകം.
ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച. പ്രിയായ പ്രിയമന്വിച്ഛൻ കർദമോ യോഗമാസ്ഥിതഃ വിമാനം കാമകം ശതർഹ്യേവാ വിരജ് വിമാനം കാമകം ശതർഹ്യേവാ വിരജീകരത്. മൈത്രേയൻ തുടർന്നു. ഓ വിതുര, തന്റെ പ്രിയ പത്നിയെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മഹർഷി കർദമൻ അദ്ദേഹത്തിന്റെ യോഗശക്തി ഉപയോഗിച്ച് തൽക്ഷണം സ്വന്തം ഇച്ഛാനുസൃതം എവിടെയും സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു ആകാശകർമ്മ്യം നിർമ്മിച്ചു. ഭാവാർത്ഥം ചില പ്രഭുപാദിതേ. ഇവിടെ യോഗം, ആസ്ഥിത എന്നീ വാക്കുകൾ വളരെ അർത്ഥഗർഭമാണ്. കർദമ മഹർഷി യോഗയിൽ സമ്പൂർണ്ണ പരിപൂർണനായിരുന്നു. യഥാർത്ഥ യോഗ പരിശീലനത്തിലൂടെ 8 വിധത്തിലുള്ള പരിപൂർണതകളുടെ ഫലം ലഭിക്കും. യോഗിക്ക് സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മവും ബൃഹത്തുക്കളിൽ ബൃഹത്തുമാകാൻ കഴിയും. അവന് ഭാരമില്ലാത്തവകളിൽ ഭാരമില്ലാത്തവനാകുന്നു. ഇച്ഛിക്കുന്നത് എന്തും നേടുവാനും ഒരു ഗ്രഹത്തെ പോലും സൃഷ്ടിക്കുവാനും ആരിലും സ്വാധീനം ചെലുത്തുവാനും അങ്ങനെ പലതിനും സാധിക്കും. ഇவ்விധം പരിശീലിക്കുന്ന യോഗിക്ക് യോഗയിലും അനന്തരം ആത്മീയതയിലും പരിപൂർണത ആർജിക്കുവാനാവും. അതിനാൽ തന്റെ പ്രിയതമയുടെ അഭിലാഷം സഫലമാക്കുവാൻ ആകാശത്തൊരു രമ്യകർമ്മം നിർമ്മിക്കുക കർദമമുനിയെ സംബന്ധിച്ച് അത്ര അതിശയകരമായ കാര്യമായിരുന്നില്ല. അടുത്ത ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത് പോലെ അദ്ദേഹം തൽക്ഷണം ആകാശ കൊട്ടാരം സാക്ഷാത്കരിച്ചു. പ്രഭുപാദ് 13ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവകാമദുഃഖം ദിവ്യം സർവരത്ന സമന്വിതം സർവർദ്വിപ ചയോദർക്കം മണിസ്തംഭൈ രൂപസ്കൃതം. എല്ലാവിധ രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട അമൂല്യങ്ങളായ ശിലാസ്തംഭങ്ങളാൽ മനോഹരമാക്കപ്പെട്ട ഒരുവന്റെ ഏതാഗ്രഹവും വിളയിച്ചു നൽകാൻ സിദ്ധിയുള്ള അതിശയകരമായ ഒരു നിർമ്മിതിയായിരുന്നു അത്. സകലവിധ ഗൃഹോപകരണങ്ങളാലും സമ്പത്തുകളാലും സമൃദ്ധമായിരുന്നു ആ സൗധം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിന്റെ. കർദമമുനിയാൽ ആകാശത്ത് നിർമ്മിക്കപ്പെട്ട സൗധത്തെ ആകാശ കൊട്ടാരം എന്ന് വിളിക്കുന്നതില്ല ഭഗവതിയില്ല. വാസ്തവത്തിൽ തന്റെ നിഗൂഢമായ യോഗശക്തി കൊണ്ട് കർദമ മഹർഷി ആകാശത്തിൽ ആവിഷ്കരിച്ചത് അതിബൃഹത്തായ ഒരു രമ്യകർമ്മം തന്നെയായിരുന്നു. നമ്മുടെ ദുർബലമായ ഭാവനയ്ക്ക് ഒരു ആകാശ മന്ദിരം അസാധ്യമായിരിക്കാം. പക്ഷേ നാം അതിസൂക്ഷ്മമായി ഈ വിഷയം പരിശോധിക്കുന്ന വശം ഇത് സാധ്യതം തന്നെയാണെന്ന് ഗ്രഹിക്കാൻ കഴിയും. പരമദിവ്യോത്ത പുരുഷനായ ഭഗവാന് ദശലക്ഷക്കണക്കിന് ബൃഹത് കർമ്മങ്ങളെ വഹിക്കുന്ന അനേകം ഗ്രഹസമൂഹങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുമെങ്കിൽ കർദമമുനിയെ പോലെ പരിപൂർണനായ ഒരു മഹർഷിക്ക് ആകാശത്തിൽ നിഷ്പ്രയാസം ഒരു കൊട്ടാരം നിർമ്മിക്കുവാൻ കഴിയും. ഈ കൊട്ടാരത്തെ ഒരുവൻ ആഗ്രഹിക്കുന്നത് എന്തും നൽകുന്നത് എന്ന അർത്ഥം വരുന്ന സർവകാമദുഃഖം എന്ന് വിളിച്ചിരിക്കുന്നത് അതിൽ നിറയെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അമൂല്യങ്ങളായ ശിലകളാൽ നിർമ്മിച്ച അതിന്റെ സ്തൂപങ്ങളിൽ പോലും വിലപിടിപ്പുള്ള മുത്തുകളും പവിഴങ്ങളും പതിച്ചിരുന്നു. ഈ അമൂല്യ രത്നാഭരണാദികളും ശിലകളും നാശോന്മുഖങ്ങളായിരുന്നില്ല. പ്രത്യുത അനശ്വരങ്ങളും ഐശ്വര്യ സമ്പർദ്ദങ്ങളുമായിരുന്നു. ഭൗമോപരിതലത്തിലും ഇത്തരം മന്ദിരങ്ങളുള്ള ഉള്ളതായി നാം കേട്ടിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണനാൽ അദ്ദേഹത്തിന്റെ 16,108 ഭാര്യമാർക്ക് വേണ്ടി നിർമ്മിതങ്ങളായ ആ രമ്യകർമ്മങ്ങൾ സ്വയം പ്രകാശിതങ്ങളായ രത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു മൂലം അവയിൽ നിശാകാലങ്ങളിൽ പ്രത്യേക ദീപങ്ങൾ ആവശ്യമായിരുന്നു. പ്രഭുപാദ് ജയ്. 14-15 ശ്ലോകങ്ങൾ കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദിവ്യോപകരണോപേതം സർവകാലാസുഖാവഹം പട്ടികാഭിപതാകാഭിർവിചിത്രാ വിരലംകൃതം മഞ്ജൂഷിന്ദൃഭിः ദുഭൂലൗമകൗശോയ നാനാവസ്ത്രൈ വിരാജിതം. സർവവിധ അനുസാരികളാലും സുസജ്ജമായ സൗധം എല്ലാ കാലങ്ങളിലും സന്തോഷം പകർന്നു. നാനാവർണ്ണങ്ങളിലുള്ള കുടിതവർണ്ണങ്ങളാലും ചിത്രശില്പ വേലകളാലും അലങ്കൃതമായിരുന്നു. മധുരസ്വരം മൂളിപ്പറക്കുന്ന തേനീച്ചകളെ ആകർഷിക്കുന്ന മനോഹര പുഷ്പങ്ങളാൽ തീർത്ത ഹാരങ്ങളാലും പൂച്ചെണ്ടുകളാലും നാനാവർണ്ണങ്ങളിലുള്ള
നാരു തുണികളുടെയും പട്ടുവസ്ത്രങ്ങളുടെയും ചിത്രപ്പണികളാൽ ചിത്രപ്പണികൾ ചെയ്ത തിരശീലകളാലും മോടി പിടിക്കപ്പെട്ടിരുന്നു ആകാശ കൊട്ടാരം. പ്രഭുപാദയ്ക്ക് ജയ്. 16ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉപര്യുപരി വിന്യസ്താനിലേഷു പൃഥക് പൃഥക് ക്ഷിപ്തേ കശിപുവികാന്തം പര്യങ്കാവ്യജനാസനൈഃ. ശയ്യോപകരണങ്ങളും കിടക്കുകളും പങ്കകളും ഇരിപ്പിടങ്ങളും വേറെ വേറെ ക്രമീകരിച്ച സപ്തനില കൊട്ടാരം അതീവ സുന്ദരമായി കാണപ്പെട്ടു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ. കൊട്ടാരത്തിന് അനേകം നിലകൾ ഉണ്ടായിരുന്നു എന്ന് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഉപരി ഉപരി വിന്യസ്ത എന്ന വാക്കുകൾ ആകാശ കൊട്ടാരങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങളല്ലെന്ന് സൂചിപ്പിക്കുന്നു. അക്കാലത്തും, അതായത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും അനേകം നിലകളുള്ള ഭവനങ്ങളുടെ നിർമ്മിതി ആശയം കാലികമായിരുന്നു. അവ വെറും 1-2 മുറികൾ മാത്രം ഉൾപ്പെടുന്നവയായിരുന്നല്ല, അനേകം മുറികളും സകല സൗകര്യങ്ങളോടും കൂടിയ താമസയോഗ്യമായ വിശാല ഭാഗങ്ങളും ഉള്ളവയായിരുന്നു. ഓരോന്നും കുഷ്യനുകളും വാതിൽ ജാലക തിരശീലകളും ഇരിപ്പിടങ്ങളും പരവതാനികളും ഇട്ട് പ്രത്യേകം പ്രത്യേകം അലങ്കരിച്ച് സജ്ജമാക്കിയിരുന്നു. 17ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്ര തത്ര വിനിക്ഷിപ്താനാനാ ശില്പോപശോഭിതം മഹാമരതകസ്തല്യാജുഷ്ടം വിദ്രുമവേദിഭിഃ. ചുമരുകൾ തോറും കലാചാതുര്യമാർന്ന കൊത്തുപണികളും ചിത്രവേലകളും ചെയ്ത് കൊട്ടാരത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചിരുന്നു. പവിഴത്തിൽ തീർത്ത വേദികളോടുകൂടിയ അതിന്റെ തറകൾ മരതക ശിലാപാളികൾ പതിച്ചവയായിരുന്നു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദ. ഇന്ന് കെട്ടിട നിർമ്മാണത്തിൽ ആധുനിക ശില്പകലയുടെയും നിറവും മിനുസവുമുള്ള തറകൾ തീർക്കുന്നതിന്റെയും മറ്റും പേരിൽ ജനങ്ങൾ അഭിമാനം കൊള്ളുന്നു. എന്നാൽ കർദോമുനി തന്റെ യോഗശക്തിയാൽ സാക്ഷാത്കരിച്ച ആകാശ കൊട്ടാരത്തിന്റെ തറ പവിഴവേദികളോടുകൂടിയതും മരതകത്തിൻ്റെതുമായിരുന്നു. 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാസോ വിദ്രുമദേഹല്യാപാദം വജ്രകപാടവത് ശിഖരേഷേന്ദ്രനീലേഷു ഹേമകുംഭൈരശ്രിതം. പ്രവേശന കവാടങ്ങളിലെ പവിഴദ്വാരങ്ങളും രത്നഖചിതങ്ങളായ വാതായനങ്ങളും സ്വർണത്താഴികങ്ങളും ഇന്ദ്രനീലക്കല്ലുകൾ പതിച്ച കിരീടങ്ങളും കൊട്ടാരത്തെ മനോഹരമാക്കിയിരുന്നു. ജയ്. 19ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ചക്ഷുഷ്മത്പത്മരാഗൈകേ വജ്രഭിത്തിഷു നിർമ്മിതേ ദുഷ്ടം വിചിത്ര വൈതാനൈർ മഹാർഹൈർഹേമ തോരണൈഃ. അതിന്റെ രത്നഖചിതങ്ങളായ ചുമരുകളിൽ പതിച്ച പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മാണിക്യക്കല്ലുകൾ കണ്ണുകൾക്ക് വശ്യങ്ങളായ അത്ഭുതകരങ്ങളായ മേലാപ്പുകളും അമൂല്യങ്ങളായ സുവർണ കവാടങ്ങളും ആ ഹർമ്മ്യത്തിന്റെ പ്രൗഢതയും മഹത്വവും അധികരിപ്പിച്ചിരുന്നു. ഭാവാർത്ഥം ശ്രീലപ്രഭുപാദയ്ക്ക് ജയ്. ആകാശ കൊട്ടാരത്തിന്റെ ശില്പകലാഭരണ ചാതുര്യങ്ങളും മറ്റലങ്കാരങ്ങളും നയനങ്ങൾക്ക് വശ്യമനോഹരങ്ങളായിരുന്നു എന്നത് കേവലം ഭാവനയല്ല. സമീപകാലത്തു പോലും മുഗൾ ചക്രവർത്തിമാർ അവരുടെ കൊട്ടാരങ്ങളിൽ അമൂല്യശിലുകളുടെ കണ്ണുകളോടുകൂടിയ ആഭരണ പക്ഷികളുടെ അത്യാകർഷങ്ങളായ അലങ്കാരങ്ങൾ സജ്ജീകരിച്ചിരുന്നു. വില കൂടിയ ശിലകളും ആഭരണങ്ങളും അധികൃതർ എടുത്തുകൊണ്ടുപോയെങ്കിലും ഇതര അലങ്കാരങ്ങൾ ഇന്നുമുണ്ട്. ന്യൂഡൽഹിയിൽ മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച കൊട്ടാരങ്ങളിൽ ഇവ ഇപ്പോഴും ദൃശ്യമാണ്. അപൂർവങ്ങളും ഫ്ലൈറ്റിലില്ല വായിക്കാൻ നോക്കി. കൊട്ടാരത്തിനെ കുറിച്ചുള്ള അലങ്കാരങ്ങളായതുകൊണ്ട് ഞാൻ ഒരുമിച്ച് തന്നെ എടുക്കാൻ ഇഷ്ടം.
എപ്പോഴും ദൃശ്യമാണ്. അപൂർവങ്ങളും സ്വയം പ്രഭയുള്ളതും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ കല്ലുകൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടുമുള്ളതായിരുന്നു രാജകൊട്ടാരങ്ങളുടെ നിർമ്മിതി. അതിനാൽ രാത്രികാലങ്ങളിൽ ദീപപ്രകാശം കൂടാതെ അവിടെ തന്നെ തിളക്കത്തിൽ അവയെ ദർശിക്കുവാൻ കഴിയും. പ്രഭുപാദ് കി ജയ്. പിന്നെ കുറച്ച് ശ്ലോകങ്ങളും കൂടി ഈ കൊട്ടാരത്തെ കുറിച്ച് വിവരിക്കുന്നതിനാണ് അത് നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം അല്ലെ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദ്രേ. അഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവനാഷ്ടകേ. മൂകം കരോതി വാചാലം ഭംഗും ഗിരിം തത്പാദമഹം വന്ദേ ശ്രീഗുരു ദീനധാരിണം പരമാനന്ദമാധവം. ശ്രീ ചൈതന്യേശ്വരം. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ. ഗുരുവേ ഗൗരചന്ദ്രായ രാധേ കൃഷ്ണ കൃഷ്ണ. ശ്രീ പ്രഭുപാദ് ഹരേ കൃഷ്ണ. നേരത്തെ പറഞ്ഞു ചക്രവർത്തിയുടെ മകളാണ് ദേവഹൂതി അല്ലെ. എങ്കിലും ആ ആശ്രമത്തിൽ വരികയും കർദമമുനിക്ക് വേണ്ടിയിട്ട് സേവനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് ആ ശരീരം ശോഷിച്ചു വരുന്നു എന്നുള്ള കാര്യം അല്ലെ. അപ്പൊ ആ ശരീരത്തെ കർദമമുനിക്ക് അനുയോജ്യമാക്കും വിധമാകാൻ ശാസ്ത്രവികാര പ്രകാരം അനുയോജ്യമായ ക്രമീകരണങ്ങൾ ദയവായി അനുഷ്ഠിച്ചാലും ആ ശരീരമൊക്കെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടാനും നല്ല ഭംഗി വെക്കാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാണ് അല്ലെ. ആയുർവേദത്തിൽ ഇപ്പോഴും അങ്ങനെയുള്ള പല ചികിത്സകളും ഒക്കെ ഉണ്ട് അല്ലെ. കുട്ടികളൊക്കെ കല്യാണമൊക്കെ ആവാറായിട്ട് അമ്മ ഭംഗിയും ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കുവാൻ ശക്തിയും ഒക്കെ നൽകുവാനായിട്ട് പലതരത്തിലുള്ള മരുന്നുകളും ശാസ്ത്രങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു അങ്ങനെയുള്ള ചികിത്സാ രീതികളൊക്കെ. അതുപോലെ തന്നെ പറയുന്നു ഇങ്ങനെയുള്ള ആവശ്യത്തിന് ഉപകരിക്കുന്ന ഗൃഹത്തെ പറ്റിയും സ്വയം ചിന്തിക്കണമേ. അപ്പോഴേ കർദമമുനിയും ദേവഹൂതിയും വസിക്കുന്നത് ഒരു ആശ്രമത്തിലാണ് അല്ലെ. ആശ്രമത്തില് എന്താണ് ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ആശ്രമം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് അതിനെ ആയോജിച്ചിട്ടുള്ള സ്ഥലമല്ല അല്ലെ. അതുപോലെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഇല്ല. അതുകൊണ്ട് വേറെ ഒരു ഗൃഹം നിർമ്മിച്ചു തരാനായിട്ട് പറയുന്നു. പറയുന്നു ദേവഹൂതി തുടർന്നു, എന്റെ പ്രിയപ്പെട്ട പ്രഭുവെ, അങ്ങയോടുള്ള ഉത്തേജിതമായ വികാരത്താൽ ഞാൻ അങ്ങേയറ്റം ബാധിതയാണ്. അതിനാൽ അസംതൃപ്തമായ കാമവികാരത്തിലൂടെ സൂക്ഷിച്ച് എല്ലും തോലുമായി തീർന്ന എന്റെ ശരീരം അങ്ങേക്ക് അനുയോജ്യമാവുന്ന ശാസ്ത്രവിധി പ്രകാരം അനിവാര്യമായ ക്രമീകരണങ്ങൾ ദയവായി അനുഷ്ഠിച്ചാലും ഈ ആവശ്യത്തിന് ഉപകരിക്കുന്നത് ഒരു ഗൃഹത്തെ പറ്റിയും സ്വയം ചിന്തിക്കണമെന്ന്. പ്രഭാതന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, വൈദികമായ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക ജീവിതത്തിന് താൻ എങ്ങനെയാണ് സ്വയം തയ്യാറാകേണ്ടതെന്ന് ദേവഹൂതി തന്റെ ഭർത്താവിനോട് ആരാഞ്ഞതിൽ സത്സന്താനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ടുള്ളതാണ് ലൈംഗിക ജീവിതം. സത്സന്താനങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ട അന്തരീക്ഷത്തെ പറ്റി കാമശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്.
ലൈംഗിക ജീവിതം യഥാർത്ഥത്തിൽ മഹത്വമുള്ളതാക്കാൻ അനുയോജ്യമായ ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുന്ന പ്രാമാണിക വേദഗ്രന്ഥമാണ് കാമശാസ്ത്രം. ആവശ്യമായവയെല്ലാം ഭവനം ഏതു വിധത്തിലുള്ളതാണ്, അവിടെ എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടായിരിക്കണം, ഭാര്യ ഏതുതരം വസ്ത്രങ്ങൾ പുരട്ടണം, ഏതുതരം എണ്ണ പുരട്ടണം, സുഗന്ധലാഭനങ്ങൾ പുരട്ടണം, മറ്റ് ആകർഷക ഘടകങ്ങൾ തുടങ്ങിയ വാതിൽ പരാമർശിക്കും. ഇവയൊക്കെ സമ്പൂർണ്ണമായാൽ ഭർത്താവ് അവളിൽ ആകർഷണാവുകയും അനുകൂലമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയും ലൈംഗിക ജീവിതത്തിന്റെ സമയത്ത് ഭർത്താവിന്റെ മാനസികാവസ്ഥ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെടുകയും തദ്വാര അവൾ സൽസന്താനങ്ങളെ ഗർഭം ധരിക്കുകയും ചെയ്യും. ദേവഹൂതിയുടെ ശാരീരിക സവിശേഷത്തെ പറ്റി ഇവിടെ വിശേഷാൽ പരാമർശം. അവളുടെ ശരീരം വല്ലാതെ മെലിച്ച് ഉണങ്ങിയതായിരുന്നു. അതുമൂലം താൻ ഭർത്താവിനാൽ ആകർഷിക്കപ്പെടുമോ എന്ന ആശങ്ക അവൾക്കുണ്ടായിരുന്നു. ഭർത്താവിനെ ആകർഷിക്കും വിധം തന്റെ ശരീരം എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് അവർക്ക് ഉപദേശം ആവശ്യമായിരുന്നു. ഭർത്താവ് ഭാര്യയിൽ ആകർഷണമായി സംഭവിക്കുന്ന ലൈംഗിക സംയോജനത്തിലൂടെ ജനിക്കുന്നത് നിശ്ചയമായും പുത്രനായിരിക്കും. ഭാര്യ ഭർത്താവിനോട് ഇമ്പം തോന്നിയിട്ട് സംഭവിക്കുന്നതിനെ ചേർത്തിലൂടെ പിറക്കുന്നത് തീർച്ചയായും പുത്രിയുമായിരുന്നു. ആയുർവേദത്തിൽ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സംയോജന വേളയിൽ സ്ത്രീക്കാണ് കാമം അധികമെങ്കിൽ ജനിക്കുന്നത് പെൺകുട്ടി, മറിച്ചാണെങ്കിൽ ആൺകുട്ടി മരിക്കുവാനാണ് സാധ്യത. ദേവഹൂതി കാമശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ക്രമീകരണങ്ങളോട് ഭർത്താവിന് തന്നെക്കാൾ കാമം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിലേക്ക് അവൾ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുകയും അനുയോജ്യമായൊരു വസതി ക്രമീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പാർത്തിരുന്നത് അവിടെ ലളിതമായൊരു പർണശാലയിലായിരുന്നതിനാലും അവിടെ സാത്വിക ഗുണസമ്പൂർണമായിരുന്നതിനാലും അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കാമവികാരം ഉണരുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. കർദമനി അവിടെ ആശ്രമത്തിലാണ് വസിക്കുന്നത് അല്ലെ. അവിടെ ഒരിക്കലും കാമം എന്ന വികാരം ഉണ്ടാവില്ല എന്ന് പറയും. അവിടെ ഭഗവാന് വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങളും പൂജകളും ഒക്കെ ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കാമം എന്നുള്ള കാര്യം അവിടെ ഉണ്ടാവില്ല, കാമവികാരം ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ തന്നെ ഒരു ഗൃഹം നിർമ്മിക്കുവാനായിട്ട് പറയും. ഇവിടെ പ്രഭുപാദർ പറഞ്ഞ കാമശാസ്ത്രത്തിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു കാര്യം പറയുന്നു, ആൺകുട്ടികൾ ഉണ്ടാവുന്നത് ഭർത്താവിന് ഭാര്യയോട് കൂടുതൽ ആകർഷണം ഉണ്ടാവുമ്പോഴും പെൺകുട്ടികൾ ഉണ്ടാകുന്നത് ഭാര്യക്ക് ഭർത്താവിനോട് ആകർഷണം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെ ഒരു സൽപുത്രൻ വേണം. അതുകൊണ്ട് കർദമുനി എന്താ പറയാ, ഭഗവാന്റെ ഭക്തനാണ് അല്ലെ. കൂടുതലും ഭഗവാന്റെ സേവനങ്ങൾക്കായിട്ടാണ് പ്രാധാന്യം നൽകുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്ര കണ്ട് കാമവികാരം ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നേക്കാൾ കൂടുതൽ കാമവികാരം അദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന രീതിയിൽ തന്റെ ശരീരം കൂടുതൽ സൗന്ദര്യം ഉള്ളതാക്കണം. അതുപോലെ നല്ലൊരു ഭംഗിയുള്ള ഗൃഹം വേണമെന്ന് ദേവഹൂതി ആവശ്യപ്പെടുന്നത്. ദേവഹൂതി യഥാർത്ഥത്തില് ഇത്രയും കാലം മുന്നേ, കല്യാണത്തിന് മുന്നേ ജീവിച്ചിട്ടുള്ളത് കൊട്ടാരത്തിലാണ് അല്ലെ. രാജകുമാരിയായിട്ടാണ്. അനേകം തോഴിമാരും മറ്റുമൊക്കെ ആയിട്ട് അല്ലെ, യാതൊരു ജോലിയും ചെയ്യാതെ നല്ല സന്തോഷത്തോടെ സുഖമായിട്ട് കഴിഞ്ഞിരുന്നതാണ് അല്ലെ. എന്നാൽ കർദമമുനിയുടെ അടുത്ത് എത്തിയതോട് കൂടിയിട്ട് ആ ഒരു സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുകയും അല്ലെ, കർദമമുനിക്ക് വേണ്ടിയിട്ട് സ്വയം സേവനങ്ങൾ, പൂജകൾ ചെയ്യാനും മറ്റുള്ള എല്ലാ കാര്യത്തിനും അദ്ദേഹത്തെ സഹായിക്കുകയും അല്ലെ, അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ സ്വയം ചെയ്യുകയുണ്ടായി അല്ലെ. അതുകൊണ്ട് തന്നെ ശരീരമൊക്കെ ശോഷിച്ചു പോയിരുന്നു എന്ന് നേരത്തെ നമ്മൾ ശ്ലോകങ്ങളിലൊക്കെ പഠിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കർദമമുനിക്ക് അത്രയും ഇഷ്ടമാവില്ലേ, അത്ര സൗന്ദര്യമൊക്കെ നശിച്ചു പോയോ എന്നൊക്കെ തോന്നുന്നത് കൊണ്ട് കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കുന്നതിന്, കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു. അത് ആരായിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ല അത്ഭുതം ഈ ആശ്രമം ആ ഒരു സൽസന്താനത്തെ ഉണ്ടാക്കുവാനായിട്ടുള്ള, ആ കാമവികാരം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യങ്ങളില്ലാതുകൊണ്ട് വേറൊരു ഭവനം ആഗ്രഹിക്കുകയും ചെയ്തു. ഇവിടെ പറയുന്നു, കർദമമുനി തന്റെ യോഗശക്തി കൊണ്ട്, അടുത്ത ശ്ലോകങ്ങൾ പറഞ്ഞു, കർദമമുനി തന്റെ യോഗശക്തി ഉപയോഗിച്ച് തൽക്ഷണം സ്വന്തം ഇച്ഛാനുസൃതം എവിടെയും സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു ആകാശഹരണം നിർമ്മിച്ചു. ഒരാകാശ കൊട്ടാരം നിർമ്മിക്കുകയുണ്ടായി. പ്രഭുപാദര് പറയുന്നു, അഷ്ടസിദ്ധികളുള്ളവർ അല്ലെ, അവർക്ക് അങ്ങനെയുള്ള യോഗികൾക്ക് ഏറ്റവും ചെറുതാവാനും ഏറ്റവും വലുതാവാനും ഭാരമില്ലാത്താവാനും ഇച്ഛിക്കുന്നത് എന്തും സൃഷ്ടിക്കുവാനും ഒക്കെ സാധിക്കും അല്ലെ. പലരും അങ്ങനെയുള്ള യോഗസിദ്ധികളൊക്കെ കരസ്ഥമാക്കിയിട്ട് പല കാര്യങ്ങളും സൃഷ്ടിച്ചിട്ട് നൽകും അല്ലെ. അപ്പൊ ആൾക്കാരൊക്കെ പറയാം, ഇത് ഭഗവാൻ തന്നെ അല്ലെ, ഇത് വേറെ ആരും അല്ല. അതൊക്കെ അഷ്ടസിദ്ധികൾ കൊണ്ട്, യോഗസിദ്ധികൾ കൊണ്ട് സാധ്യമാവുന്നതാണ് അങ്ങനെയുള്ള കാര്യം. ശാസ്ത്രങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ളതല്ല എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുവാനായിട്ട്
സാധിച്ചു. അപ്പോൾ കൊട്ടാരം നിർമ്മിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കർദമമുനിക്ക് തന്റെ യോഗശക്തി കൊണ്ട് സാധിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു. പിന്നീട് ആ കൊട്ടാരങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ശ്ലോകങ്ങളാണ്. അതാണ് ഞാൻ കുറച്ച് വേഗത്തിൽ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും എന്താ പറയാ ആ വീടും ആ മുറിയും ഒക്കെ അലങ്കരിക്കുന്നതും കൂടുതൽ എന്താ പറയാ ആകർഷിക്കും എന്ന് പറയും. ഒരു ആശ്രമം അല്ലെ, അത് എന്തൊക്കെയൊക്കെ വെച്ച് കെട്ടി ഒരു തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ടത് അല്ലെ പർണശാല എന്ന് പറയും. എന്താ പറയാ ഇലകളും മറ്റുള്ള വള്ളികളും ഇതൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ആശ്രമം ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം, ആകാശ കൊട്ടാരം സൃഷ്ടിക്കുകയുണ്ടായി കർദമമുനി. അതിന്റെ ഭംഗിയെ കുറിച്ചിട്ടുള്ള മറ്റുള്ള ശ്ലോകങ്ങളിലൊക്കെ പറയും. എല്ലാവിധ രത്നങ്ങളാലും അലങ്കരിക്കപ്പെട്ട അമൂല്യമായ ശിലസ്തംഭങ്ങളാൽ മനോഹരമാക്കപ്പെട്ട ഒരുവന്റെ ഏത് ആഗ്രഹവും വിളയിച്ചു നൽകാൻ സിദ്ധിയുള്ള അതിശയകരമായ ഒരു നിർമ്മിതിയായിരുന്നു അത്. സകലവിധ ഗൃഹോപകരണങ്ങളും സമ്പത്തുകളും സമൃദ്ധമായിരുന്നു ആ സൗധം. സർവ്വവിധ അനുസാരികളാലും സുസജ്ജമായ സൗധം എല്ലാ കാലങ്ങളിലും സന്തോഷം പകർന്നു. അത് നാനാവർണ്ണങ്ങളുടെ കുടിതവർണ്ണങ്ങളാലും ചിത്രശില്പ വേലകളാലും അലങ്കൃതമായിരുന്നു. മധുരസ്വരം മൂടി പറക്കുന്ന തേനീച്ചകളെ ആകർഷിക്കുന്ന മനോഹര പുഷ്പങ്ങളാൽ തീർത്ത ഹാരങ്ങളാലും പൂച്ചെണ്ടുകളാലും നാനാവർണ്ണങ്ങളുള്ള നാരുതുണികളുടെയും പട്ടുവസ്ത്രങ്ങളുടെയും ചിത്രപ്പണികൾ ചെയ്ത തിരശീലകളാലും മോടി പിടിപ്പിക്കപ്പെട്ടിരുന്നു ആകാശക്കൊട്ടാരം. ശയ്യോപകരണങ്ങളും കിടക്കുകളും പങ്കുകളും ഇരിപ്പിടങ്ങളും വേറെ വേറെ ക്രമീകരിച്ച സപ്തനില കൊട്ടാരം അതീവ സുന്ദരമായി കാണപ്പെട്ടു. അപ്പോ സപ്തനില കൊട്ടാരം അല്ലെ, 7 നിലകളുള്ള കൊട്ടാരമാണെന്ന് പറയുന്നത്. ചുമരുകൾ തോറും കലാചാതുര്യമർന്ന കൊത്തുപണികളും ചിത്രവേലകളും ചെയ്ത് കെട്ടിടത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചിരുന്നു. പവിഴത്തിൽ തീർത്ത വേദികളോടുകൂടിയ അതിന്റെ തറകൾ മരതകശില പാളികൾ പതിച്ചവയായിരുന്നു. പ്രവേശന കവാടത്തിലെ പവിഴദ്വാരങ്ങളും രത്നവിചിതങ്ങളായ വാതായനങ്ങളും സ്വർണ്ണത്താഴികക്കുടങ്ങളും ഇന്ദ്രനീല കല്ലുകൾ പതിച്ച കിരീടങ്ങളും കൊട്ടാരത്തെ അതിമനോഹരമാക്കി. അതിന്റെ രത്നവിചിതങ്ങളായ ചുമരുകളിൽ പതിച്ച പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മാണിക്യക്കല്ലുകൾ കണ്ണുകൾക്ക് വശ്യങ്ങളായി അത്ഭുതകരങ്ങളായ മേലാപ്പുകളും അമൂല്യങ്ങളായ സുവർണ കവാടങ്ങളും ആ ഹർമ്മ്യത്തിന്റെ പ്രൗഢതയും മഹത്വവും അധികരിപ്പിച്ചു. ഇതൊക്കെ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ ഒന്ന് നിർമ്മിക്കണമെങ്കിൽ എത്രയോ വർഷങ്ങൾ വേണം അല്ലെ. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്റെ യോഗസിദ്ധി കൊണ്ട് കർദമമുനിക്ക് ഇങ്ങനെയുള്ള ഒരു കൊട്ടാരം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു. രത്നങ്ങളും മുത്തുകളും ഒക്കെ പതിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള തറകളുള്ള അല്ലെ, മനോഹരമായിട്ടുള്ള ചുമരുകളോട് കൂടിയിട്ട്, അതുപോലെ തന്നെ എല്ലാവിധ വീട്ടുപകരണങ്ങളും അല്ലെ, മറ്റുള്ള എല്ലാ ഫർണിച്ചറുകളും ഇതൊക്കെ കൊണ്ട് സമ്പൂർണമായിരുന്നു ആ ഗൃഹം, ആ കൊട്ടാരം എന്ന് പറയും. ആകാശ കൊട്ടാരം എന്ന് പറയുന്നത് അത് അത്രയും ഭംഗിയുള്ളതായിരുന്നു അല്ലെ. പല ചക്രവർത്തിമാരുടെയും കൊട്ടാരങ്ങൾ കാണാം. അതിനെക്കുറിച്ച് പറഞ്ഞു. അത് മുഗൾ ചക്രവർത്തിമാർ അവരുടെ കൊട്ടാരങ്ങളെ അമൂല്യശിലകളുടെ കണ്ണുകളുടെ ആഭരണ പക്ഷികളുടെ അത്യാകർഷങ്ങളായ അലങ്കാരങ്ങൾ സജ്ജീകരിച്ചു. വില കൂടിയ ശിലകളും ആഭരണങ്ങളും അധികൃതർ എടുത്തുകൊണ്ടുപോയെങ്കിലും ഇതര അലങ്കാരങ്ങൾ ഇന്നുമുണ്ട്. ന്യൂഡൽഹിയിൽ മുഗൾ ചക്രവർത്തിമാർ നിർമ്മിച്ച കൊട്ടാരങ്ങളിൽ അവ ഇപ്പോഴും ദൃശ്യമാണ്. അപൂർവം സ്വയം പ്രകാശമുള്ളതും കണ്ണം ചിപ്പിക്കുന്നതുമായ കണ്ണുകൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും ഉണ്ടായിരുന്നു രാജകൊട്ടാരങ്ങളുടെ നിർമ്മിതി. അതിനാൽ രാത്രികാലങ്ങളിൽ ദീപപ്രകാശം കൂടാതെ തന്നെ അവയുടെ തന്നെ തിളക്കത്താൽ അവയെ ദർശിക്കുവാൻ സാധിച്ചു. പല കൊട്ടാരങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലെ. അതൊക്കെ അത്രയും മനോഹരമായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അത് വെളിച്ചം ഇല്ലാതെ തന്നെ അതിന്റെ അത് നിർമ്മിച്ചിട്ടുള്ള കല്ലുകളുടെയും രത്നങ്ങളുടെയും അതിന്റെയൊക്കെ പ്രകാശം കൊണ്ട് അത്രയും ആകർഷിച്ചിരുന്നു. വൃന്ദാവനത്തിലെ രാധാ ഗോവിന്ദ ക്ഷേത്രം അത് 7 നിലകളുള്ള വലിയൊരു ക്ഷേത്രമായിരുന്നു. ഇതിന്റെ ഭംഗി കണ്ടിട്ട് അവിടെ ഡൽഹിയിലെ കൊട്ടാരത്തിൽ നിന്ന് നോക്കുമ്പോൾ ചക്രവർത്തിക്ക് തന്റെ കൊട്ടാരത്തെക്കാൾ ഭംഗി ഈ ക്ഷേത്രത്തിനായിട്ട് തോന്നുകയും തന്റെ കൊട്ടാരത്തെക്കാളും വലിപ്പം ഈ ക്ഷേത്രത്തിനായിട്ട് തോന്നുകയും അങ്ങനെ ഭടന്മാരെയൊക്കെ അയച്ചിട്ട് ആ ക്ഷേത്രം പൊളിക്കുവാനായിട്ട് ശ്രമിക്കുകയുണ്ട്.
യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് പോയാൽ കാണുന്ന രാധാഗോവിന്ദ ക്ഷേത്രത്തിന് 7 നിലകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ 3 നിലകൾ പൊളിച്ചു മാറ്റിക്കിണ്ട്. ഇപ്പോഴും പോയാൽ അവിടെ 4 നിലകളോളം കാണാം അല്ലെ. മുകളിലെ ഭാഗം അത്ര കൂടുതലായിട്ട് ഉപയോഗിക്കില്ല, എന്നാലും അതിന്റെ ഓരോ നിലകളായിട്ട് കാണാം അല്ലെ. ഇത് ഗോസ്വാമിമാർ നിർമ്മിച്ചിട്ടുള്ള രൂപഗോസ്വാമി ആരാധന ചെയ്തിട്ടുള്ളതാണ് രാധാഗോവിന്ദനെ. ആ ഗോസ്വാമിമാർക്ക് അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള അക്ബർ സഹായങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ വലിയ മനോഹരമായുള്ള ക്ഷേത്രം നിർമ്മിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് പിന്നീട് ചക്രവർത്തി വരുമ്പോൾ അദ്ദേഹം ഭഗവാന്റെ ഈ ഇത്രയും വലിയ കൊട്ടാര സദൃശമായ ക്ഷേത്രത്തിനോട് അസൂയ തോന്നിപ്പിക്കുന്നു. അത് പൊളിച്ചു മാറ്റാനായിട്ട് പറഞ്ഞു. അപ്പോ പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഉണ്ടായിരുന്നു. രാജാക്കന്മാർ അവരുടെ കൊട്ടാരങ്ങളൊക്കെ ഇത്രയും അമൂല്യമായിട്ട് രത്നങ്ങളും മുത്തുകളൊക്കെ പിടിപ്പിച്ചിരുന്നു അല്ലെ. അതിനെ അനേകം വർഷങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അനേകം ജോലിക്കാർ അനേകം വർഷങ്ങൾ എടുത്ത് ചെയ്യുന്നതാണ് അല്ലെ. എന്നാൽ ഇവിടെ കർദമമുനി, ഭഗവാന്റെ മഹാഭക്തനായിട്ടുള്ള കർദമമുനിക്ക് നിമിഷ നേരം കൊണ്ട് തന്റെ യോഗശക്തി കൊണ്ട് അങ്ങനെയുള്ള ഒരു കൊട്ടാരം നിർമ്മിക്കുവാനും ഇതിലെല്ലാ അസുഖ സൗകര്യങ്ങളും ഉണ്ടാക്കുവാനും ഒക്കെ സാധിച്ചു എന്നതാണ്. ഇനി അടുത്ത് വരുന്ന കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി കൊട്ടാരത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരായ ശ്രീമദ് ഭാഗവതം की जय, श्री प्रभुपाद की जय, गुरुमहाराज की जय, निताय गौर प्रेमानंद हरे कृष्ण. ഇതിനടുത്ത ഭാഗങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൈവരുത്താം. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കാം. എന്താ വംശകൽപതരൂപശ കൃപാസിന്ധുദേവശപദാനം പാവനത്തെ വൈഷ്ണവേത്യോ അനന്തഗുരു വൈഷ്ണവന്റെ ശ്രീ പ്രഭുപാദ് की जय, गुरुमहाराज की जय, निताय गौर प्रेमानंद हरे कृष्ण.